പിന്നെ അസ്സലാമു അലൈക്കും. 2ാം ക്ലാസ്സിലെ അഖീദയിലെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കിയിട്ടുള്ളത്. ഒന്നാമത്തെ ചോദ്യം നോക്കാം. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം മക്കയിലാണ്. ആമിന ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മയാണ്. മദീനയിൽ വെച്ചാണ് നബി തങ്ങൾ വഫാത്തായത്. ഒരു പാട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, നബിയുടെ ജനനം മക്കത്ത്, മരണപ്പെട്ടു മദീനത്ത്. 40ാമത്തെ വയസ്സിലാണ് നബി തങ്ങൾക്ക് നുബുവത്ത് കിട്ടിയത്. നുബുവത്ത് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു വഹീ മുഖാന്തരം പ്രവാചകനായി നിയോഗിച്ചതാണ്. അബ്ദുള്ള എന്നത് നബി തങ്ങളുടെ ഉപ്പയുടെ പേരാണ്. നമുക്ക് കാണുന്നതും കാണാത്തവയുണ്ട്. മദ്രസ നമ്മൾ കാണുന്നതാണ്, എന്നാൽ ജിന്നിനെ നമുക്ക് കാണാൻ കഴിയൂല. മനുഷ്യനെ നമുക്ക് കാണാൻ കഴിയാം, പക്ഷെ മലക്കുകളെ നമുക്ക് കാണാൻ കഴിയൂല. പേന നമുക്ക് കാണാനും തൊടാനും കഴിയുന്നതാണ്, എന്നാൽ പിശാചിനെ നമുക്ക് കാണാൻ കഴിയില്ല. അള്ളാഹു നമുക്ക് കാണാൻ കണ്ണ് തന്നു. അള്ളാഹു നമുക്ക് വസിക്കാൻ വീട് തന്നു. അള്ളാഹു നമുക്ക് സംസാരിക്കാൻ നാവ് തന്നു. വായുണ്ട് ആളുകൾക്ക്, പക്ഷേ വായ കൊണ്ട് മാത്രം സംസാരിക്കാൻ കഴിയില്ല, നാവും കൂടെ വേണം. നമുക്ക് കേൾക്കാൻ ചെവി തന്നു. അള്ളാഹു നമുക്ക് നടക്കാൻ കാലുകൾ തന്നു. ഫാത്തിറുൽ അർള്, ആകാശത്തെ സൃഷ്ടിച്ചവൻ അള്ളാഹുവാണ്. കുൽ ജബ്ബ്, പിന്നെയോ മുൻസിലുൽ മാ, വെള്ളം അഥവാ മായ രൂപത്തിലൊക്കെ വെള്ളം ഇറക്കുന്നത്, ജസ്റ്റ് അങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ മതി. പിന്നെയോ മുൻസിലുൽ മാ, പിന്നെയോ അള്ളാഹുവിനെ മാത്രമേ നമ്മൾ ആരാധിക്കാവൂ. മലക്കുകളുടെ എണ്ണം അള്ളാഹുവിന് മാത്രമേ അറിയൂ. മലക്കുകൾ എപ്പോഴും അള്ളാഹുവിന് വഴിപ്പെടുന്നു. പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവരാണ് മലക്കുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ പോയത് 83ാമത്തെ വയസ്സിലാണ്. പരിശുദ്ധ മക്കയിൽ നിന്ന് മദീനയിലേക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ പോയിട്ടുള്ളത്. നബി വഫാത്തായത് 63ാമത്തെ വയസ്സിലാണ്. ഇസ്രാഫീൽ അലൈഹി സ്വലാം സൂറന്ന കാഹളത്തിൽ ഊതുമ്പോൾ ഈ ലോകം നശിക്കും. പിന്നെയോ ഇസ്രാഫീൽ അലൈഹി സ്വലാം വീണ്ടും ഊതും ഒരിക്കൽ കൂടെ, അപ്പോൾ മരിച്ചവരെല്ലാം ജീവിക്കും. പിന്നെയോ എവിടെ വെച്ചാണ് നമ്മുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിചാരണ ഉണ്ടാവുക? മഹ്ശറയിൽ വെച്ചിട്ടാണ്. മഹ്ശറയിൽ വെച്ച് വിചാരണ ചെയ്ത് നല്ല ആളുകളെ സ്വർഗത്തിലേക്കും മോശം ആളുകളെ നരകത്തിലേക്കും കടത്തിവിടും. പിന്നെ ഇസ്രാഫീൽ അലൈഹി സ്വലാം എന്ത് ചെയ്യും? സുറന്ന കാഹളത്തിൽ ഊതും. ചേരുംപടി ചേർക്കാം. ഇസ്രാഫീൽ അലൈഹി സ്വലാമിൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ സുറന്ന കാഹളത്തിൽ ഊതുകയാണ്. പിന്നെയോ മഹ്ശറയിൽ എന്തുണ്ടാവും? നമ്മളെ ഒരുമിച്ച് കൂടപ്പെടും. ഖിയാമത്ത് നാളിൽ എല്ലാം നശിക്കും. നന്മ ചെയ്തവർക്ക് അതിൻ്റെ പ്രതിഫലവും കിട്ടും. മരിച്ചവരെല്ലാം ജീവിക്കും. എപ്പോൾ? 2ാമത്തെ ഊത്തിൽ. ഈ ലോകം നശിച്ചതിന് ശേഷമുള്ള ദിവസമാണെന്ത്? എന്താണ്? സ്വാഭാവികം, അവസാന നാൾ. മരണശേഷം അള്ളാഹു നമ്മെ ഒരുമിച്ച് കൂട്ടുന്ന സ്ഥലമാണെന്ത്? മഹ്ശറ. ജനങ്ങളെ സന്മാർഗത്തിലേക്ക് ക്ഷണിക്കാനായി അള്ളാഹു നിയോഗിച്ച പ്രത്യേക മനുഷ്യരാണെന്ത്? നബിമാർ. ആദ്യത്തെ റസൂൽ ആദം നബി അലൈഹിസ്സലാമാണ്. അവസാനത്തെ റസൂൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമാണ്. സൃഷ്ടികളിൽ ഏറ്റവും ഉന്നതരായ മനുഷ്യരാണ് നബിമാരെന്ന് പറയുന്നത്. മുർസലുകൾ ആണ് ഏറ്റവും ഉന്നതരായ ആളുകൾ. നമ്മുടെ നബി അല്ലാത്ത മറ്റൊരു നബിയുടെ പേര് കേൾക്കുമ്പോൾ നമ്മൾ എന്ത് പറയണം? അലൈഹിസ്സലാം എന്ന് പറയണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാം. ഓക്കെ. ഈമാൻ കാര്യങ്ങളിൽ 3ാമത്തേതാണെന്ത്? കിതാബുകളിൽ വിശ്വസിക്കൽ. കിതാബുകൾ 4 കിതാബുകളാണ് ഇറക്കിയിട്ടുള്ളത്. ഒന്ന് തൗറാത്ത്, ഇഞ്ചീൽ, സബൂർ, ഖുർആൻ. അങ്ങനെ 4 കിതാബുകളാണുള്ളത്. അള്ളാഹു എത്ര ഏടുകളാണ് ഇറക്കിയിട്ടുള്ളത് എന്നാണ്? മൊത്തം 100 ഏടുകളാണ് അള്ളാഹു ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഭാഗങ്ങളാണ്, വലിയ പ്രയാസങ്ങളൊന്നും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നന്നായിട്ട് വായിക്കാം.